മനുഷ്യന്റെ ജീവിതത്തെ വിവിധ ഘട്ടങ്ങളായി ചിന്തകന്മാർ തിരിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. ആ ഘട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ ഘട്ടം അവന്റെ കുട്ടിക്കാലം എന്നതാണ്. കുട്ടിക്കാലത്ത് നമുക്ക് ഉള്ള ഓർമ്മകൾ, കുട്ടിക്കാലത്തെ നമ്മുടെ സ്വപ്നങ്ങൾ, കുട്ടിക്കാലത്തെ നമ്മുടെ ജീവിത രീതികൾ, ആ ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു വെച്ച ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ മറന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ലെങ്കിലും ചില വിഷയങ്ങൾ ഇന്നും മറന്നിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പറയത്തോണം സ്കൂളിൽ പഠിച്ച് സ്കൂൾ കഴിഞ്ഞ് പിന്നെ നേരെ പറയത്തോണം മദ്രസയിലേക്കാണ് പോകുന്നത്. അപ്പൊ മദ്രസയിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം ഒന്നുകൊടുത്ത് നിസ്കരിച്ച് പിന്നെ നേരെ നിസ്കാരത്തിന് വേണ്ടി കയറണം. അപ്പൊ അന്ന് പറയത്തോണത്തെ കുളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമയത്ത് ഞാനവിടെ ഒന്നുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കുളത്തിലേക്ക് വീണു. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്ന് സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. എന്നെ ആ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. കരഞ്ഞുകൊണ്ട്, മദ്രസ രക്ഷപ്പെട്ട സന്തോഷം മനസ്സിലുണ്ട്. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ വെള്ളത്തിൽ വീണതിന് ഉമ്മാടെ കയ്യിൽ നിന്നും വാപ്പാടെ കയ്യിൽ നിന്നും തല്ല് കിട്ടിയ ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ട്. എല്ലാ ഓർമ്മകളും കുട്ടിക്കാലത്ത് നിന്ന് നമുക്ക് പകർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ചെറിയ പ്രായത്തിലെ, മുതിർന്നവർക്ക് ചെറിയ പ്രായത്തിലെ ഒരുപാട് ഓർമ്മകൾ ഓർത്തെടുക്കാൻ പറ്റും. ഉസ്താദിനാണെങ്കിലും ഉസ്താദിന്റെ ഉമ്മയോടത്തുള്ള, ഉപ്പയോടത്തുള്ള, ദറസിൽ പഠിക്കുന്ന സമയത്തുള്ള ആയിരക്കണക്കിന് ഓർമ്മകൾ മനസ്സിലേക്ക് വരും. മനോഹരമാണ് നമ്മുടെ കുട്ടിക്കാലം. അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞത് അൽ വലീദു സയ്യിദു സബ്അ സിനീൻ, 7 വയസ്സുവരെ ഒരു കുട്ടി രാജാവാണ് എന്നാണ് ഹദീസുകൾ പറയുന്നത്. 7 വയസ്സുവരെ ഒരു കുട്ടി രാജാവാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയുന്നത് ഉമ്മയും വാപ്പയും ചെയ്യും. എനിക്ക് അത് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കും, എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഉറക്കും, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കും, എനിക്ക് മൊബൈൽ കാണണമെന്ന് പറഞ്ഞാൽ 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടിയാണെങ്കിൽ നീ ഇപ്പോൾ അവിടെ നിന്ന് കളിക്കാതെ എന്ന് പറയും. എന്നാൽ 7 വയസ്സിനകത്തുള്ള കുട്ടി ചോദിച്ചാലോ, എന്നാ ഉമ്മച്ചിന്റെ മോള് പോയിരുന്ന് കണ്ടോ, ഉമ്മച്ചിന്റെ മോൻ പോയിരുന്ന് കണ്ടോ. 7 വയസ്സ് വരെ കുട്ടികൾ രാജാവാണ്. എല്ലാ കുട്ടികളും നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉമ്മയും വാപ്പയും നടത്തി തന്ന പ്രായമാണ് 7 വയസ്സുവരെയുള്ള പ്രായം. ആ പ്രായത്തിൽ നിങ്ങൾക്ക് അടികിട്ടൽ കുറവാണ്, ആ പ്രായത്തിൽ നിങ്ങളെ ശകാരിക്കൽ കുറവാണ്, ആ പ്രായത്തിൽ നിങ്ങളെ ചീത്ത വിളിക്കൽ കുറവാണ്, ആ പ്രായത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തൽ കുറവാണ്. പിന്നെ ചില ഭ്രാന്ത് പിടിച്ച ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാവും, അവർക്ക് പിന്നെ പ്രായമൊന്നും വ്യത്യാസമില്ല, നിരന്തരമായി ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും, ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ വലിയ അപകടമാണ്. അപ്പൊ 7 വയസ്സ് വരെയുള്ള പ്രായം കുട്ടികൾക്ക് രാജാവിന് തുല്യമാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്, രാജാവിനെ പോലെയാണ്. ആ സമയത്ത് എന്തെല്ലാം, ഇപ്പൊ ഉസ്താദിന്റെ വീട്ടിൽ 2 ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഇരട്ട കുഞ്ഞുങ്ങൾ. അവരിപ്പോ രാജാവാണ് ആ വീട്ടില്. ഇതുവരെ അവരെ പ്രസവിക്കുന്നത് വരെ ഉസ്താദായിരുന്നു അവിടുത്തെ രാജാവ്. പക്ഷെ ഇനി 7 വയസ്സ് വരെ ആ മക്കളാണ് രാജാവ്. അവർ കരഞ്ഞാൽ ഓടിച്ചെല്ലണം, അവരുമ്മാന്ന് വിളിച്ചാൽ ഓടിയെത്തണം, അവർ അപ്പാന്ന് വിളിച്ചാൽ ഓടിയെത്തണം, അവര് മലമൂത്ര വിസർജനം നടത്തിയാൽ അവർക്ക് കഴുകി കൊടുക്കണം, അങ്ങനെ അവർക്ക് പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, അവരെ തോളത്ത് വെക്കണം, അവരെ കാലിലിരുത്തണം, അവരെ ഊഞ്ഞാലാട്ടണം. അങ്ങനെ അവര് രാജാവാണ്. രാജാവിന് വെഞ്ചാമരം വീശി കൊടുക്കുന്നത് പോലെ ഉമ്മയും വാപ്പയും 7 വയസ്സുവരെയുള്ള കുഞ്ഞിന്റെ ചുറ്റും നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ പരിചരിക്കുന്നു, പരിപാലിക്കുന്നു, പരിലാളിക്കുന്നു. അതാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ വലീദു സയ്യിദു സബ്അ സിനീൻ, 7 വയസ്സുവരെ ഒരു കുട്ടി രാജാവാണ്. അടുത്ത 7 വയസ്സ് മുതലാണെങ്കിലോ, 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി എന്താണ്, വഅബ്ദുൻ സബ്അ സിനീൻ, പിന്നെ ഒരു കുട്ടി അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ അടിമയെ പോലെയാണ്. കാരണം ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. പിന്നെ ഉമ്മാരെ കൽപ്പന വരും, ഉമ്മച്ചിയുടെ കൂടെ നിസ്കരിക്കണം കേട്ടോ നീ. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറയണം. ബാത്റൂമിൽ കയറുമ്പോ ഇടത്തെ കാലുവെച്ച് കയറണം. വലുതാകുമ്പോ ഹാഫിളാക്കാനുള്ളതാണ്. അങ്ങനെ ഓരോന്നോരോന്ന് കൽപ്പനകൾ വരും. രാജാവ് കൽപ്പിക്കുന്നത് പോലെ പിന്നെ ഉമ്മയും വാപ്പയും കൽപ്പിക്കുകയും 7 വയസ്സ് കഴിഞ്ഞ മകൻ, 8, 9, 10ലേക്ക് എത്തുന്ന മകൻ അതനുസരിക്കുകയും ചെയ്യും. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുകയും ചെയ്യും. അടി എന്ന് പറയുമ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വിഷയം.
അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ. അവർ തീരുമാനിച്ച കാര്യം അവർ നടത്തും. പക്ഷേ വടി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വീട്ടിൽ സുന്നത്തായി പറഞ്ഞൊരു കാര്യമാണ്. ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ഒരു വടി ഇങ്ങനെ വെച്ചിരിക്കും. ഉസ്താദുമാർ ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് വടി വെച്ചിരിക്കും. വടി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ നുള്ളുന്ന ഉസ്താദുമാരെ കൊണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് നുള്ളുണ്ടെന്ന്. അപ്പൊ അങ്ങനെ അവർക്ക് വടിക്ക് പകരം ഒരു നുള്ളുണ്ട്, ഇല്ലെങ്കിൽ ഒരു വടിയുണ്ട്. വടിയെക്കുറിച്ച് ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അല്ലിക സൗത്ത, ചാട്ടവാറെന്നാണ് അതിന്റെ അർത്ഥം. ഇന്നും നമുക്ക് ചാട്ടവാറ കൊണ്ട് ഉപദ്രവിക്കാനും അടിക്കാനൊന്നും പാടില്ല. അന്ന് ചാട്ടവാറേ ഉള്ളൂ. അല്ലിക സൗത്ത, നിങ്ങൾ വടിയെ തൂക്കിയിടണം. ഹൈസു യറാഹു അഹ്ലുൽ ബൈത്ത്, വീട്ടിലുള്ള ആളുകൾ കാണുന്ന വിധത്തിൽ ഒരു വടിയെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുടുംബനാഥൻ തൂക്കിയിട്ടിരിക്കണം. അപ്പൊ ഞാനാണൊരു കുടുംബനാഥനെങ്കിൽ ഞാനൊരു വടി, അവിടെ ഒരു വടി വാപ്പ വെച്ചിട്ടുണ്ടെന്ന് മക്കൾക്കും കുടുംബത്തിനും അറിയാൻ പറ്റണം. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ മാത്രമല്ല, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയും കൂടെ അതിനകത്ത് പെടും. ഭാര്യയും കൂടെ കാണണം ഭർത്താവ് വടി വെച്ചിരിക്കുന്ന സ്ഥലം. അപ്പൊ ഭാര്യ അത് മക്കളടിക്കാനുള്ളതാണെന്ന് കരുതണ്ട. ഒരടി ഭാര്യയ്ക്കും ചിലപ്പോൾ കിട്ടും. അതുകൊണ്ട് വടി എവിടെയാണ് ഇരിക്കുന്നതെന്ന്, ഇത് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മാത്രമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്നവരല്ലേ? അപ്പൊ മക്കൾക്ക് മാത്രമാണെങ്കിൽ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വടി സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞു. അഹ്ലുൽ ബൈത്ത് എന്ന് പറയുമ്പോൾ വീട്ടിനകത്തുള്ള മുഴുവൻ ആളുകളുമാണ്. അത് ഉമ്മയാവാം, ഉമ്മയുടെ മക്കളാകാം. അപ്പൊ അവരൊക്കെ കുടുംബനാഥൻ വടി തൂക്കിയിട്ടിരിക്കുന്നത് ബന്ധിപ്പിച്ചിരിക്കണമെന്നാ പറഞ്ഞത്. അത് ആണിയടിച്ചിട്ടോ കയറിൽ തൂക്കിയിട്ടോ ഷോക്കേഴ്സിന്റെ മുകളിലോ അലമാരയുടെ മുകളിലോ എവിടെയെങ്കിലും ഒരു വടി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം. അത് സുന്നത്താണ്, ഒരു വീട്ടിൽ അത് സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ആ മക്കളെ വടി കൊണ്ട് തല്ലണമെന്നല്ല. ഒരു വടി അവിടെ കിടക്കട്ടെ, ഒരു വടി അവിടെ ഉണ്ടായിരിക്കട്ടെ, നല്ലതാണ്. ഇല്ലാത്തവരൊരു വടി വാങ്ങി വെച്ചോളി, നല്ലതാണ്. അപ്പൊ രണ്ടാമത്തെ 7 വയസ്സ് അത് കുട്ടികൾ അടിമയെ പോലെയാണ്. മൂന്നാമത്തെ 7 വയസ്സ് 7 7 14. പിന്നെ അതിനുശേഷമുള്ള അടുത്ത പ്രായമാണ് പറയുന്നത്. 7 7 14, 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 കഴിഞ്ഞ് അടുത്ത 7 എന്ന് പറയുന്നത് വസീറുൻ, മന്ത്രിയാണ്. മന്ത്രി എന്ന് പറയുമ്പോൾ പരിവാരങ്ങൾ കൂടെ ഉണ്ടാവും. 14 വയസ്സാകുമ്പോൾ കൂട്ടുകാരായി, വാട്സപ്പ് കൂട്ടായ്മയായി, മെസ്സിയായി, റൊണാൾഡോ ആയി, നീ പോടാ അങ്ങോട്ട് പോടാ, ചവിട്ടായി, അടിയായി. അടുത്ത 7 അങ്ങനെയാണ്. 14 വയസ്സ് മുതൽ പരിവാരങ്ങൾ കൂടെ ഉണ്ടാകുന്ന മന്ത്രിയെ പോലെയായി. ഈ പ്രായങ്ങളെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തരംതിരിക്കുകയാണ്. 7 വയസ്സ് വരെ, 14 വയസ്സിന് മുമ്പ് വരെ ഒരു കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉമ്മയും ബാപ്പയുമാണ്, മമ്മിയും ഡാഡിയുമാണെന്നൊക്കെ പറയും. 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലാവും കൂട്ടുകെട്ട്. ഏറ്റവും നല്ല കൂട്ടുകാരനാണ്, എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയാണ്. അങ്ങനെ കൂട്ട് സൗഹൃദ ബന്ധങ്ങൾ വളരുന്ന പ്രായമാണ് 14 മുതൽ അങ്ങോട്ടുള്ള പ്രായം. ഏതായാലും നമ്മുടെ കുട്ടിക്കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ തല്ല്, ഒരു അടി കൊടുത്തെന്ന് വെച്ചിട്ട് ലോകം ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഞങ്ങളൊക്കെ ഒരുപാട് അടി കൊണ്ട് വളർന്നവരാണ്. ഉസ്താദ് അടിച്ചു എന്ന് വീട്ടിലറിഞ്ഞാൽ വീട്ടിൽ നിന്നും അടി കിട്ടുമായിരുന്നു അന്നൊക്കെ. ഞങ്ങളൊക്കെ ഉമ്മ കുളിപ്പിക്കേണ്ട, വാപ്പ കുളിപ്പിക്കേണ്ട, ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കുളിപ്പിച്ചോളാം എന്ന് പറയുന്നത് എന്താ? തുടയിൽ അന്ന് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ തല്ലിയതിന്റെ പാട് കുളിപ്പിക്കുന്ന സമയത്ത് ഉമ്മയോ ഉപ്പയോ കണ്ടാൽ വീണ്ടും അവരെ കയ്യിൽ നിന്നും കൂടെ അടി കിട്ടും. അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടി സ്വയം കുളിച്ചോളാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ പ്രായത്തെക്കുറിച്ച്, മദ്രസയിൽ പോയിട്ടുള്ളവർക്ക് അവരുടെ ചെറിയ പ്രായത്തെക്കുറിച്ച് ഓർത്തെടുക്കാം. അതുകൊണ്ട് അടി ഒരു വലിയ അപകടമാണെന്ന് കരുതണ്ട. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ഏത് രക്ഷകർത്താവിനും തന്റെ മകനെ തല്ലി എന്ന് പറഞ്ഞ് ഉസ്താദിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരെല്ലാം ഒതുങ്ങി, ആവശ്യമില്ലാത്തത് പ്രസംഗിക്കലില്ല, ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞു കൊടുക്കലില്ല. മദ്രസയിൽ മക്കൾ വരും, അവരെ പഠിപ്പിക്കും. അവർ പഠിക്കട്ടെ, പഠിക്കാതിരിക്കട്ടെ, പരീക്ഷയ്ക്ക് തോക്കട്ടെ, തോക്കാതിരിക്കട്ടെ, ഒന്നും ഉസ്താദിന് വിഷയമില്ല. കാരണം എന്താ? അവരെ അടിക്കാനും ഇടിക്കാനും നുള്ളാനൊന്നും പാടില്ല. എന്നാൽ സ്നേഹത്തിൽ പഠിപ്പിച്ചാൽ പോരെ ഉസ്താദിന് ചോദിക്കും. അത് സ്നേഹത്തിൽ, എല്ലാ വിഷയവും സ്നേഹത്തിൽ പഠിച്ചാൽ ഈ മക്കൾ പഠിക്കൂല. അവരതിനേക്കാൾ വലിയ സ്നേഹം കാണിച്ച് നമ്മൾ ആ സ്നേഹത്തിൽ വീഴ്ത്തിക്കളയും. ഇത്രയും മക്കളെ സ്നേഹത്തിൽ ഇത്രയും ഉസ്താദുമാർ പഠിപ്പിച്ചാൽ ഇവിടെ സ്നേഹമയമായിരിക്കും. 3 നേരം ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ, ഹാഫിളാവൂല. 7 വർഷം 8 വർഷം കഴിഞ്ഞാലും മക്കൾ അങ്ങനെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പറയാം, എന്നെ റഹ്മാനെ കൊണ്ടാക്കിയിട്ട് എന്റെ മക്കളെ സ്നേഹിക്കാൻ ഉസ്താദ് പഠിപ്പിച്ചു, അവർ നല്ല സ്നേഹമാണ്, പരീക്ഷയ്ക്കെല്ലാം വട്ടപൂജ്യമാണ്, മാഷാ. അപ്പൊ ആ സ്നേഹം മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഒരു അടി, ചെറിയ അടി. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ. ആ മക്കത്തൊക്കെ പോകുമ്പോ, മദീനത്തൊക്കെ പോകുമ്പോ അമീർമാരോട് പറഞ്ഞ് ആ മലയുടെ മുകളിലൊക്കെ
അങ്ങനെ അതിന്റെ മുകളിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറന്നിറങ്ങുമ്പോ എനിക്ക് വായിക്കാൻ, എനിക്ക് പാരായണം ചെയ്യാൻ, എനിക്ക് ഓതാൻ അറിയില്ല നബിയെ ജിബ്രീലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുത്തുനബി പറയുകയാണ് സഹാബത്തിനോട്, എന്നെ ആ സമയത്ത് ജിബ്രീൽ 2 ചിറകുകൾ വെച്ച് ഒന്ന് ചേർത്തണച്ചിട്ടുണ്ട്. അത് ദേഷ്യം കൊണ്ടല്ല, എന്റെ ശരീരത്തിൽ എനിക്ക് വേദനയെടുത്തു, എന്റെ ശരീരത്തിൽ എനിക്ക് പ്രയാസമുണ്ടാക്കി. പക്ഷെ അത് ദേഷ്യം കൊണ്ട് തല്ലിയതല്ല, ദേഷ്യം കൊണ്ട് അണച്ചതല്ല, ദേഷ്യം കൊണ്ട് അമർത്തിയതല്ല, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ജിബ്രീൽ അലൈഹിസ്സലാമാണ് അത് തുടങ്ങി വെച്ചത്. എനിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ആ മുത്തുനബിയെ ചേർത്ത് വെച്ചു. ആ ചേർത്ത് വെക്കലിൽ എനിക്ക് വേദനയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് തലോടിയതല്ല, ഒന്ന് അമർത്തി പിടിച്ചതാണ്. അങ്ങോട്ട് പാരായണം ചെയ്യൂ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പാരായണം ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഇനി അപ്പൊ നമ്മുടെ മക്കളെ ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ രീതിയിൽ, ഭീകരമായ രീതിയിൽ, 3 അടിയേക്കാൾ കൂടുതൽ എത്ര വലിയ ഭീകര വിഷയമുണ്ടായാലും 10 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ ഒരു ഉമ്മയും വാപ്പയും തല്ലാൻ പാടില്ല എന്നാണ്. 3 അടിയേക്കാൾ കൂടുതൽ. ചില ഉസ്താദുമാർക്കൊക്കെ പ്രാന്തളവിയാല് സുബ്ഹാന റബ്ബി 300 അടിച്ച്. ഞാന് പറയത്തോണത്ത് പഠിക്കുന്ന സമയത്ത് അന്ന് ഉസ്താദിന് ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആളില്ലായിരുന്നു. അപ്പൊ അവിടുത്തെ വലിയ ഉസ്താദായിരുന്ന അന്ന് മുഹമ്മദ് കുഞ്ഞു മൗലവി കൊല്ലം, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, നൗഷാദിന്റെ സ്ഥലത്ത് പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി, അത്രയും സമയം ഉസ്താദിന്റെ ക്ലാസ്സിലിരിക്കണ്ടല്ലോ. അങ്ങനെ പാത്രമൊക്കെ എടുത്ത് തോട്ടിൽ കല്ലൊക്കെ എറിഞ്ഞ് മീനെയൊക്കെ നോക്കി ഇലയൊക്കെ പറിച്ച് പതിയെ നടന്ന് പോയി. അവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിട്ട് തിരിച്ച് ഇവിടെ എത്താൻ, എത്ര സമയം? അപ്പൊ ക്ലാസ്സിലുള്ള കുട്ടികൾ എനിക്ക് അടി കിട്ടിയതിന് ശേഷം പിന്നീട് പറയുന്നുണ്ട്, എടാ നീ ദൂരേന്ന് തോട്ടിലൊക്കെ നോക്കി ഉസ്താദിന്റെ പുട്ടും പഴവും പയറും ഇരിക്കുന്ന പാത്രവും കൊണ്ട് നടന്ന് വരുമ്പോ ഉസ്താദ് റൂമിലിരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഉസ്താദ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി ഈ സൈഡിലൂടെ ഉമിനീരൊക്കെ, ഉസ്താദ് അങ്ങനെയാണ് ദേഷ്യം വരുമ്പോ ഉമിനീരൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കായിരുന്നു ഉസ്താദ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നു. പതിയെ മദ്രസ വിടുന്ന ടൈം വരെ ഞാൻ പതുക്കെ തോട്ടിലൊക്കെ കല്ലെറിഞ്ഞ് പതുക്കെ വരികയാണ്. പുട്ടും പാത്രവും ഞാനും കൂടി ഒരു സൈഡിലേക്ക് എടുത്ത് എറിയായിരുന്നു. ഉസ്താദിന്റെ ഭീകരമായ ആക്രമണമായിരുന്നു അത്. കാരണം എന്താ, അത്രയും സമയം ഉസ്താദിന്റെ ദേഷ്യം എന്ന് പറയുന്നത്, ഒന്ന് മദ്രസ മുഴുവനും അത്രയും സമയം നഷ്ടപ്പെടുന്നത് വരെ ഞാൻ ആ ഭക്ഷണവും കൊണ്ട് ഇങ്ങനെ നടന്നു വന്നത് ഉസ്താദ് അത്ര ദൂരത്ത് നിന്ന് നോക്കി കാണുന്നുണ്ട്, തോട്ടിന്റെ ഓരത്തൂടെ നടന്നു വന്നത്. അത് ഉസ്താദിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം ഫുഡ് ഉണ്ടാക്കി താമസിച്ചു പോയതല്ല, ഫുഡ് കൊടുക്കാൻ വൈകിപ്പോയതല്ല, ഞാൻ മനഃപൂർവ്വം വൈകിപ്പിച്ചാണെന്ന് ഉസ്താദിന് മനസ്സിലായി. അല്ലെങ്കിൽ ഈ ഉസ്താദുമാർക്ക് പഠിക്കാത്തതിനേക്കാൾ ദേഷ്യം അദബുകേട് കാണിക്കുന്നതാണ്. പഠിക്കാത്തതിലേക്ക് ഏറെ ദേഷ്യം അതിനാണ്. അൻവർ ഉസ്താദും എന്നെ തല്ലിയതൊക്കെ പഠിക്കാത്തതിനെ അടിച്ചിട്ടേയില്ല. കാരണം ഞാൻ നല്ലപോലെ പഠിക്കായിരുന്നു, മദ്രസയിലും ദർസിലും ഒക്കെ നല്ലപോലെ പഠിക്കാറ്. പക്ഷെ അദബുകേടിന് നല്ലതുപോലെ അടിച്ചിട്ടുണ്ട്. ആ അടി എന്ന് പറയുന്നത് അത് മക്കൾക്ക് അനിവാര്യമാണ്. ജീവിതത്തിൽ അവർ നന്നാവാൻ, അവർക്ക് വെളിച്ചമുണ്ടാകാൻ, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. അപ്പോ ചില സമയങ്ങളിൽ ഉസ്താദുമാർക്കൊക്കെ ദേഷ്യം വന്ന് അങ്ങനെയൊക്കെ ചെയ്താൽ, എപ്പോഴും ഞാൻ ഇവിടെ ഉസ്താദുമാരോട് പറയലുണ്ട്, ഇവിടെ നമ്മൾ മീറ്റിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് 1-2 ദിവസമൊക്കെ മാസത്തിൽ കൂടുന്ന സമയത്തൊക്കെ മക്കളെ അടിക്കുന്ന വിഷയമൊക്കെ സംസാരിക്കലുണ്ട്. ഈ ഹിഫ്ദ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അടിയാണ്, എന്നാലാണ് മക്കൾ ഹിഫ്ദ് പൂർത്തിയാവുള്ളൂ. അത് ഹാഫിളീങ്ങളായ ഉസ്താദുമാരുള്ള അവരുടെ മക്കൾക്കറിയാം. അതുകൊണ്ട് ഉപ്പമാരൊന്നും വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യരുത്. ഈ മക്കളെ ഉസ്താദുമാരെ ചെറിയ രീതിയിലേക്കൊന്ന് ഭീകരമായി തല്ലിയാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് പരിഹാരം കാണും. ചെറിയ രീതിയിലേക്കൊന്ന് തല്ലിയാൽ അത് മക്കൾ രക്ഷപ്പെടാനും അവർ പഠിക്കാനും അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവണം. ഇതൊരു സ്ഥാപനമാണ്, നമ്മുടെ വീടല്ല. ഇത് ഉസ്താദുമാരാണ്, നമ്മുടെ കളിപ്പാവകളല്ല, നമ്മുടെ ബന്ധുക്കളായി നമുക്ക് ചിരിച്ച് തമാശ പറയാനുള്ളവരല്ല, നമ്മുടെ ഉസ്താദാണ്. അവർ പറയുന്ന പോലെ അനുസരിക്കേണ്ടതാണെന്നുള്ളൊരു പൂർണ്ണ ബോധം അവർക്ക് എത്തുമ്പോഴാണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അവർ കടക്കുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് യുവത്വമാണ്. ഇവിടെ യുവത്വം വന്ന മക്കളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ വലിയ കിതാബൊക്കെ പഠിക്കുന്ന മക്കളുണ്ട്. ആ ഘട്ടമാണ് യുവത്വം. ആ യുവത്വം നന്നാവാനാണ് ഈ കുട്ടിക്കാലത്ത് അദബും മര്യാദയും പഠിപ്പിച്ച ആ മക്കളെ വൃത്തിയുള്ള മക്കളാക്കി മാറ്റുന്നത്. യുവത്വം നന്നാവാനാണ്. യുവത്വം നന്നായില്ലെങ്കിലുള്ള പ്രശ്നം ഭീകരമാണ്. യുവത്വത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഭീകരമാണ് യുവത്വത്തിന്റെ പവർ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ യുവത്വം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ യുവത്വം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ യുവത്വം, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ യുവത്വം അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഭീകരമായിരുന്നു. ആ യുവത്വം കൊണ്ടവർ അൽഹംദുലില്ലാഹ് ഇസ്ലാമിന് വേണ്ടി
സമ്പാദിച്ചത്. ഇപ്പൊ കണ്ടില്ലേ, ഒരു വലിയ സംഘം യുവാക്കളുടെ, യുവതികളുടെ, വിദ്യാർത്ഥികളുടെ, വിദ്യാർത്ഥിനികളുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരികയാണ് അധികാരി വർഗത്തിന്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ യുവത്വം അങ്ങനെയാണ്. ഭീതിയും ഭയവും യാത്ര ചെയ്തിരുന്ന തെരുവോരങ്ങളിൽ നൃത്തം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് ആ യുവത്വമാണ്. ആ യുവത്വം എന്ന് മാത്രമല്ല, ആ യുവത്വം കൊടുത്ത ഒരു ബോധമാണ്. ലഹരിയാണ്, കഞ്ചാവാണ്, കമ്പ്യൂട്ടർ നോക്കി സമയം കളയുന്നവരാണ്, ചാറ്റ് നടത്തി ചീറ്റിംഗിലൊക്കെ പെടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ജെൻസി പിള്ളേരെന്ന് എഴുതിത്തള്ളി പുതിയ കാലഘട്ടത്തിലെ മക്കളെ വലിച്ചെറിയുമ്പോ അവരുടെ പഠനം, അവരുടെ കഷ്ടപ്പാട്, അവരുടെ ത്യാഗം എത്രയാണ്. പഠിച്ച് കഷ്ടപ്പെട്ട് തലച്ചോറ് വിയർത്തൊഴുകി ഉരുകി തീർത്ത് പഠിച്ചിട്ട് ആ പ്രിയപ്പെട്ട മക്കൾ നേടിയെടുക്കുന്ന ഒരു പരിപൂർണമായ വിജയമുണ്ട്. അവർക്ക് എക്സാമിൽ വിജയിക്കാൻ വേണ്ടി, അവരുടെ മുന്നിലേക്ക് ക്വസ്റ്റ്യൻ എത്തുമ്പോൾ അവർ പഠിച്ചതിനെ അങ്ങനെ തന്നെ അതിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗത്തിന് പുല്ലുവില പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപക്ക് അതിനെ രഹസ്യമായി കച്ചവടം ചെയ്ത് പിന്നീട് അതിനെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തി, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പരസ്യപ്പെടുത്തി, എങ്ങനെയാണ് ഒരു തലമുറയുടെ മക്കൾക്ക് അത് സഹിക്കാൻ പറ്റുക? ചങ്കൂറ്റമുള്ള, ധൈര്യമുള്ള പ്രിയപ്പെട്ട മക്കൾ അവരണിനിരന്നപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയവർ, അവരെ പരിഹരിച്ചവർ, അവരെ കളിയാക്കിയവർ, അധികാരി വർഗത്തിന്റെ ചുമന്ന രാക്ഷസപ്പട്ട് തലയിലിടാൻ വേണ്ടിയിട്ട് കാത്ത് കലയും കായികവും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ കിട്ടിയ സോഷ്യൽ മീഡിയയിലെ വ്യൂസുമെല്ലാം അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ച് ഓച്ചാനിച്ച് നിന്നവർക്ക് മുന്നിൽ ഈ പ്രിയപ്പെട്ട മക്കൾ അടിപതറിയില്ല. രക്തം തലയിലൂടെ പൊട്ടി ഒഴുകുമ്പോഴും തലയിൽ കൈ അമർത്തി വെച്ചുകൊണ്ട് തന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, എനിക്കും കൂടി ജീവിക്കാൻ അവകാശപ്പെട്ടതാണ് ഈ രാജ്യം എന്ന് ഉറക്കെ പറഞ്ഞ്, എനിക്കും കൂടി പഠിക്കാനും ജോലി നേടാനും പരീക്ഷ എഴുതാനും അവകാശപ്പെട്ടതാണ് എന്റെ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സമക്ഷത്തിന്റെ പടിവാതിൽക്കൽ പോയി മരണപ്പെട്ടു വീഴുന്ന സുഹൃത്തുക്കളെ നോക്കിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ മനസ്സ് കാണിച്ചപ്പോ അത് അതിനല്ല, അത് മറ്റു പലതിലുമാണെന്ന് ചില രാഷ്ട്രീയ വിരുദ്ധന്മാരും ചില താരങ്ങളും ഒക്കെ പറഞ്ഞ് അതിനെ ചെറുതാക്കാൻ നോക്കിയെങ്കിലും ബോധമുള്ള അധികാരി വർഗത്തിന് അത് മനസ്സിലായി, ഇതവര് വെറുതെ പറയുന്നതല്ല, ഇതവര് നേടിയിട്ടേ അടങ്ങൂ എന്ന് ബോധ്യം വന്നതിന്റെ പിന്നിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ യുവതലമുറ രണ്ട് രീതിയിലും വിദ്യാഭ്യാസമുള്ളവരാവട്ടെ, രാജ്യത്തെക്കുറിച്ച് ബോധമുള്ളവരാകട്ടെ. വളർന്നു വരുന്ന മക്കൾക്ക് മൊബൈലും കമ്പ്യൂട്ടറും കൊടുത്ത് ഏതെങ്കിലും ഒരു മൂലക്കിരുത്തി അവരെ നശിപ്പിക്കാതെ അവർ പത്രവായനയുള്ളവരാവണം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരാകണം. എന്നാലാണ് വളർന്നു വരുമ്പോൾ ഇന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നവർക്ക് ബോധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് ചില മന്ദന്മാർ അധികാരി വർഗത്തിന്റെ ചെരുപ്പ് നക്കി ഇരിക്കുന്നത് പോലെ നമ്മുടെ മക്കളും ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് മക്കൾക്ക് ബോധമുണ്ടാവണം, ലോക വിവരം ഉണ്ടാക്കി കൊടുക്കണം. ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന, വരുന്ന ഇനി കാലഘട്ടങ്ങളിൽ നേരിടാൻ പോകുന്ന അവരുടെ വിദ്യാഭ്യാസ മേഖലയെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, അവർ പഠിച്ച് വലുതാകുമ്പോൾ അവർക്ക് മുന്നിൽ ഭീഷണിയായിട്ട് വരുന്ന രൂപഭാവങ്ങൾ, അതൊക്കെ നമ്മളെ മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയണം. 3 നേരവും നിങ്ങൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് മൃഗങ്ങളെ പോലെ വളർത്തിവിടലല്ല, നമ്മുടെ മക്കൾക്ക് ബോധമുണ്ടാകണം. ഏറ്റവും വലിയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സഹോദരി എന്ന് കണ്ടു. ആ വലിയ ഭാരമുള്ള വാഹനത്തെ 2 കൈ കൊണ്ട് ഉന്തിത്തള്ളി അമർത്തി വെക്കുമ്പോ പലരും വിചാരിച്ചു പോയി അത് കമ്പ്യൂട്ടറിന്റെ മൗസ് ക്ലിക്ക് ചെയ്യുന്ന വിരൽത്തുമ്പുകൾ മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. അവർക്ക് ബോധമുണ്ടായി, അവർക്ക് വിവരമുണ്ടായി. ഈ സമയത്ത് അവർ പ്രതികരിച്ചില്ലെങ്കിൽ അവർ കണ്ണീർ കടലിലേക്ക് വലിച്ചെറിയപ്പെടും, അവരെ കുടുംബത്തിന് പോലും നിവർന്നു നിൽക്കാൻ കഴിയില്ലെന്ന ബോധ്യമുണ്ടായി. അമ്മയും അച്ഛനും പൊരിവയിലെത്ത് പണിയെടുത്ത് അവർക്ക് പണം കൊടുത്ത് അവരെ പഠിപ്പിച്ച് എന്റെ മക്കൾ ബോധമുള്ളവരാകണം, വിവരമുള്ളവരാകണം എന്ന ഉദ്ദേശത്തിൽ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല അസുലഭ നിമിഷം നഷ്ടമാകുമെന്ന ബോധമാണ് ആ മക്കളെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് യുവത്വം വളരെ സുന്ദരമാണ്. ആ പ്രായം നല്ലതിനു വേണ്ടി ചെലവഴിച്ചില്ലെങ്കിൽ, നമ്മുടെ നാട്ടിലാണ് യുവത്വമുള്ള ചെറുപ്പക്കാരൻ, യുവതയായ ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് മാതാവിന്റെയും പിതാവിന്റെയും തലക്കടിച്ചിട്ട് നമ്മുടെ നാട്ടിലാണ്. യുവത്വം നല്ലതിനു വേണ്ടി മാറിയാൽ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ മോശമായ ചെറുപ്പക്കാരുമുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കുന്നവരുണ്ട്, അതിലപ്പുറം ഹറാമിന് വേണ്ടി ചെലവഴിക്കുന്നവരുമുണ്ട്.
നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ യുവത്വം നല്ലതിനു വേണ്ടി ചെലവഴിക്കുന്നവരാക്കി മാറ്റണം. നാളെ ആഖിറത്തിൽ ഏറ്റവും വലിയ വിചാരണയുടെ സമയത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യം വൻ ശബാബിഹി ഫീമാ അഫ്നാ, നിന്റെ യുവത്വത്തെ എന്തിന് ചെലവഴിച്ചു എന്നാണ്. വളർന്നു വരുന്ന ഈ ഉമ്മമാരുടെ പ്രിയപ്പെട്ട പെമ്മക്കളോട്, SSLC കഴിഞ്ഞ നിങ്ങളുടെ ആൺമക്കളോട്, നിങ്ങൾ അവർ നിസ്കരിച്ചിട്ടുണ്ടോ, അവർ സുബഹിക്ക് എഴുന്നേൽക്കുന്നുണ്ടോ, അവർ തബാറക്കല്ലദി ഓതുന്നുണ്ടോ, അവർ യാസീൻ ഓതുന്നുണ്ടോ എന്നുള്ള പരിശോധനയും അതിന്റെ ശാസനയും നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് നിങ്ങളുടെ ആഖിറത്തിൽ ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇരുൾ മൂടിയ ഖബറിന്റെ അഗാധമായ ഗർത്തത്തിനകത്ത് ഒരു സമാധാനവും ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ശബാബു മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ചെറുപ്പക്കാർ 70 റജുലൻ, 70 പേർ, യുഖാലു ലഹുൽ ഖുറാ, അവരെ ഖാരിഈങ്ങൾ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. വളരെ ഭംഗിയായി ഖുർആൻ ഓതുന്നവരായിരുന്നു അവർ. 70ഓളം അൻസാരികൾ, അവരെ പോലെ ഖുർആൻ ഓതുന്നവർ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്നാണ്. അത്ര സുന്ദരമായി ഖുർആൻ ഓതുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽപ്പെട്ട ചില യുവാക്കളോട് എനിക്ക് വേണ്ടി ഖുർആൻ ഓതി തരാൻ പറയുകയും അവർ ഓതുമ്പോൾ അതിന്റെ ആയത്തിന്റെ അർത്ഥ ഗാംഭീര്യതയുടെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരയുകയും ചെയ്യുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലോകത്ത് 4 ലഹരിയാണുള്ളത്. ഒന്ന് യുവത്വത്തിന്റെ ലഹരിയാണ്. യുവത്വം ഒരു ലഹരിയാണ്. ഉമ്മയെ തെറിവിളിക്കുന്ന, ഉമ്മയെ ചീത്ത വിളിക്കുന്ന ഒരു യുവതിയായ പെൺകുട്ടി റിയാലിറ്റി ഷോയിൽ പറഞ്ഞില്ലേ, എനിക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല. രക്തത്തിന്റെ തിളപ്പാണ്, യുവത്വത്തിന്റെ തിളപ്പാണത്. പുരുഷന്മാരെ ഇഷ്ടമല്ല. എന്നാൽ ആ കുട്ടിയുടെ പെർഫോമൻസിന് മാർക്കിടാനിരിക്കുന്നത് പുരുഷന്മാരായ ജഡ്ജിമാരാണ്. അവർ ചോദിച്ചു, നിന്റെ അച്ഛനൊരു പുരുഷനല്ലേ, അച്ഛനെ നിനക്ക് ഇഷ്ടമല്ലേ? ആ കുട്ടി അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന റിയാലിറ്റി ഷോയിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്റെ അച്ഛനെയും ഞാൻ വെറുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി യുവത്വത്തിന്റെ പടിയിലേക്ക് എത്തുമ്പോ ആ മോള് അല്ലെങ്കിൽ ആ മോൻ പിടിവിട്ടു പോവുകയാണ്, പ്രാന്തന്മാരെ പോലെ അലയുകയാണ്. എന്റെ അച്ഛനെയും ഞാൻ വെറുക്കുകയാണ്, കാരണം അയാൾ ഒരു പുരുഷനാണ്. അങ്ങനെ യുവത്വത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് നെറുകേട് കാണിക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ എന്റെ മകൻ, എന്റെ മകൾ, നിന്റെ യുവത്വം എന്തിനാണ് ചിലവഴിച്ചതെന്ന് ചോദിക്കുമ്പോ അത് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള മക്കളാകാൻ കഴിയണം. 4 ലഹരിയിൽ ഒന്ന് യുവത്വത്തിന്റെ ലഹരിയാണ്, 2 ധനത്തിന്റെ ലഹരിയാണ്, സമ്പത്തിന്റെ ലഹരി. അത് കളറാറത്തിൽ ഖംർ എന്നാണ് ഹദീസ്. കള്ളിന്റെ ലഹരി പോലെയാണ് സമ്പത്തിന്റെ ലഹരി. ആ സമ്പത്ത് ഇങ്ങനെ കൂടി, അതിനെങ്ങനെ കൂട്ടിവെച്ച്, അതിനെങ്ങനെ സ്നേഹിച്ച്, സ്വർണത്തെ ഇങ്ങനെ സ്നേഹിച്ച്, അതിന്റെ അലങ്കാരത്തെ ഇങ്ങനെ മോഹിച്ച് വന്നാൽ അതിനേക്കാൾ വില മറ്റൊന്നിനും ലോകത്തുണ്ടാവൂല. അത് വലിയ അപകടമാണ്. അതും ഒരു ലഹരിയാണ്. മൂന്നാമത്തത് ഉറക്കത്തിന്റെ ലഹരിയാണ്. ഉറക്കത്തിന്റെ ലഹരി. ഈ മക്കൾക്ക് ഉറക്കത്തിന്റെ ലഹരി വരാതിരിക്കാനാണ് 4 മണിക്കേ വിളിച്ചുണർത്തി അവരെ നിസ്കരിക്കാൻ പറയുന്നത്. ആ മക്കൾക്ക് ഉറക്കത്തിന്റെ ലഹരി, നിങ്ങൾ ലീവിന് വീട്ടിൽ വരുമ്പോൾ ഉറക്കത്തിന്റെ ലഹരി കൊടുക്കരുത്. ഉറക്കം ഒരു വലിയ ലഹരിയാണ്, നല്ല സുഖമാണ്. അങ്ങനെ ഉറങ്ങി ശീലിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ലഹരിയാണ്, ഉറങ്ങിക്കിടക്കുന്നത്. 4ാമത്തെ ലഹരി അധികാരത്തിന്റെ ലഹരിയാണ്. 200 പേരുള്ള പള്ളിയിൽ പോലും 300 പോലീസുകാരെ നിർത്തിയിട്ടാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത്, പ്രസിഡന്റ് സെക്രട്ടറിയുമാവാൻ. അത് പള്ളിക്ക് എന്തെങ്കിലും ദീനി വിപ്ലവം നടത്താനൊന്നുമല്ല, അധികാരത്തിന്റെ ലഹരിയാണ്. കല്യാണത്തിന് മുസ്ലിയാരുടെ കൂടെ തൗറാത്തും കശത്ത് വെച്ച് പോകാനുള്ള സെക്രട്ടറിയുടെ ഒരു കൊതിയാണ്. എല്ലാവരും നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ സെക്രട്ടറി എന്ന് പറയുന്നത് കാണാനും കേൾക്കാനുള്ള ഒരു കൊതിയാണ്. അല്ലാതെ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്റെ പള്ളിയെ നന്നാക്കാനാണ്, എന്റെ മഹലിന്റെ അനാഥ മക്കളെ കെട്ടിച്ചുവിടാനാണ്, എന്റെ മഹലിലെ പാവങ്ങളെ സഹായിക്കാനാണ് എന്ന ഒരു ബോധത്തിലല്ല കയറുന്നത്. ചുരുക്കം ചില ആളുകൾ അതിനെതിരായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മഹല്ലുകളിൽ, നമ്മുടെ നാടുകളിൽ അധികാരത്തിന് വേണ്ടി പഞ്ചായത്ത്, വാർഡൊക്കെ നമ്മൾ കാണുന്നില്ലേ, അധികാരത്തിന് വേണ്ടി മലിപ്പെടുത്തി നടക്കുന്ന കാലം, അതൊരു ലഹരിയാണെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ. ഇനി അടുത്ത കാലഘട്ടങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സ്വലാത്തിന്റെ ദിവസം